അധ്വാനിച്ചുണ്ടാക്കിയ ആ ഗോതമ്പ് മണികൾ, അതുകൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി തിന്നാലുണ്ടായ പ്രോട്ടീനും തമ്മിൽ അളവ് വ്യത്യാസമുണ്ട് എന്ന് ശാസ്ത്രത്തിന്റെ ഒരു മേഖലയും തെളിയിക്കില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ മേഖലക്ക് എങ്ങനെയാണ് ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കാൻ കഴിയുക? വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞും അതേപോലെ തന്നെ ഈ വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് കൃത്യമായി വ്യവച്ഛേദിക്കാൻ ശാസ്ത്രത്തിന്റെ ഒരു മേഖലക്കും സാധ്യമല്ല. പിന്നെ യുക്തിബോധത്തിൻ്റെതാണോ? യുക്തിബോധം എടുക്കുക. നമ്മള് യുക്തിബോധത്തിന്റെ മേഖലയാണെങ്കിൽ ഞാൻ ബാർബാറ സ്മോക്കറെ തന്നെ എടുക്കട്ടെ. ബാർബാറ സ്മോക്കർ അവരെഴുതുകയാണ്, സ്വവർഗരതി ഒരു തെറ്റല്ല. അവരെഴുതുകയാണ്, രണ്ടുപേർക്കും സമ്മതമുണ്ടെങ്കിൽ വ്യഭിചാരം ഒരു തകരാറയല്ല. ഹ്യൂമനിസം എന്ന പുസ്തകം. ബാർബാറ സ്മോക്കർ എടുത്തു പോണ്ട, കേരളത്തിലെ യുക്തിവാദികൾ എടുക്കാം. യുക്തിവിചാരം മാസിക കഴിഞ്ഞ 2002 ജൂൺ മാസത്തിൽ എ വി ജോസ് അദ്ദേഹത്തിന്റെ എഡിറ്റോറിയലിൽ തന്നെ എഴുതുന്നത്, യുക്തിവാദികൾ അവരുടെ ധാർമ്മിക സങ്കല്പം മാറ്റി എഴുതണം. ലൈംഗികതയെക്കുറിച്ച് അവരുടെ ധാർമ്മിക സങ്കല്പം വളരെ യാഥാസ്ഥികമാണ് ഇവിടുത്തെ യുക്തിവാദികളുടേത് പോലും. അതുകൊണ്ട് അത് മാറ്റിയെഴുതണം. വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗിക സമ്പൂർത്തീകരണം പാടുള്ളൂ എന്ന വളരെ കപടമായ മതബോധം യുക്തിവാദികളെ കൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. മാറണം എന്ന് പറയുന്ന എ വി ജോസിന്റെ ധാർമ്മികത, ആ ധാർമ്മികത ഞാൻ പറയുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെതായ ബൗദ്ധിക മണ്ഡലത്തിൽ അങ്ങനെ ശരിയും തോന്നി. അത് സാക്ഷാൽ ഇടമറുകിന് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. സാക്ഷാൽ ഇടമറുകിന് പോലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇടമറുകും മകൾ ഗീത ഇടമറുകിന്റെ മകളുടെ ഗീതയുടെ ഭർത്താവായ യോരാൻസ് കാർണറും ഗീതയും കൂടി എഴുതിയൊരു പുസ്തകമുണ്ട്, 1000 Faces of India. ആ പുസ്തകത്തിന്റെ പ്രീഫേസിൽ യോരാൻസ് കാർണർ, യൂറോപ്യൻ സഞ്ചാരിയാണ്, യോരാൻസ് കാർണർ എഴുതുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗീതയുമായി പരിചയപ്പെട്ട് മുന്നോട്ട് പോയി കുറെ കാലം കഴിഞ്ഞു. അപ്പോ ഞങ്ങൾക്കൊന്ന് ഡേറ്റിങ്ങിന് പോകാൻ വേണ്ടി ഇടമറുക് ദമ്പതികളോട് സമ്മതം ചോദിച്ചു. അവർ സമ്മതിച്ചില്ല. ഏറ്റവും പുരോഗമനവാദിയായ ഒരു യുക്തിവാദിക്ക് പോലും ഇന്ത്യയിൽ, അദ്ദേഹം എഴുതുകയാണ്, ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാൻ പറയുന്നത് ഈ എ വി ജോസിന്റെ ധാർമ്മികതയും ഇവരുടെ ധാർമ്മികതയും വ്യത്യാസമായി മാറുന്നു. ഒരേ ഭൗതികവാദിയുടെ ധാർമ്മികത. ഇവിടെയാണ് കൃത്യമായ മാർഗദർശനം അനിവാര്യമാണെന്ന് പറയുന്നത്. മാർഗദർശനം വേണം. നന്മയെന്ത് തിന്മയെന്ത്, അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നടത്താൻ പറ്റുന്നതല്ല. കാരണം എയ്ഡ്സിനെ പോലെയുള്ള ഭീകര രോഗങ്ങൾ വന്നതിന് ശേഷം തിരിച്ചു പോകാൻ സാധ്യമല്ല എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു, പഠിപ്പിക്കുന്നു. അല്ലേ? നമുക്കിനി 970കളിലേക്ക് തിരിച്ചുപോയി തിരുത്താൻ കഴിയുമോ? ഇല്ലെങ്കിൽ 970 ഇതാ സഡോമിയും ലെസ്ബിയനിസവും നിങ്ങളുടെ വിമോചനത്തിന്റെ മാർഗമെന്ന് പറയുമ്പോൾ കൈപിടിക്കാൻ ആവശ്യമുണ്ട്. ഇത് മാർഗമല്ല എന്ന് പറയാൻ കൃത്യമായ ധാർമ്മിക പദ്ധതിയുടെ അനിവാര്യതയുണ്ട്. അതാര് മാർഗദർശനം നൽകും? മതത്തിന് പറയാനുള്ളത്, മാർഗദർശനം തേടി നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂന്നാണ്. നിങ്ങൾക്ക് കൃത്യമായ മാർഗദർശനത്തെക്കുറിച്ച്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിൽ നിങ്ങൾക്ക് മാർഗദർശനം വേണമോ, നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ, നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നോക്കൂ എന്നാണ് മതം പറയുന്നത്. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ കൃത്യമായ മാർഗദർശനം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ആരാണ് ആ മാർഗദർശകൻ? അവൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിലും മാർഗദർശനം നൽകിയേ തീരൂ. തെറ്റാത്ത മാർഗദർശനം. പ്രകൃതിയിലേക്ക് നോക്കാം. മതത്തിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖുർആൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഫറോവ ചക്രവർത്തി, ഏകഛത്രാധിപതിയായിരുന്ന ഫറോവ ചക്രവർത്തിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് സർവേശ്വരനായ തമ്പുരാനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മോശെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ചെന്നപ്പോ ദൈവത്തെ പരിചയപ്പെടുത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, ആരാ നിന്റെ ദൈവം, ആരാ നിന്റെ റബ്ബ്? ചോദ്യമാണ് ഫറോവയുടെ. ഞാനാണ് ദൈവമെന്ന് ബാധിച്ച ഫറോവയുടെ ചോദ്യം. അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്, റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഖുർആൻ 20-ാമത്തെ അധ്യായം സൂറത്തു താഹയിൽ 50-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും അവയുടേതായ പ്രകൃതം നൽകി അവർക്ക് മാർഗദർശനം നൽകിയവനാണ്. ജൈവലോകത്തേക്ക് നിങ്ങൾ നോക്കുക, മാർഗദർശകനെ തേടി. ചെറിയ ലോകത്തേക്ക് ബഹുമാനായ കലാനാഥ മാഷ് പഠിപ്പിക്കുന്ന ബയോളജിയിലേക്ക് നോക്കിയാൽ മതി. തേനീച്ചയെ കുറിച്ച് നമുക്കറിയാലോ. തേനീച്ച നിർമ്മിക്കുന്ന കൂട് അത് പറഞ്ഞു തരേണ്ടതില്ല. വളരെ ശാസ്ത്രീയമായ കൃത്യമായ ഗണന വിദ്യ ഉപയോഗിച്ച് ജോമെട്രിക്കലി അക്യുറേറ്റായ കൂട് നിർമ്മിക്കുന്ന തേനീച്ചക്ക് ക്ഷേത്രഗണിതം പഠിപ്പിച്ചത് ആരാണ്? ഒരു തേനീച്ചക്കൂട്ടിലും ക്ഷേത്രഗണിതം പഠിപ്പിച്ചിട്ടില്ല. ആരും പഠിപ്പിക്കുന്നത് കാണുന്നില്ല. എന്താ? ജനിതകമായി അവർക്ക് നൽകപ്പെട്ട കഴിവ് ജനിതകമായി എവിടെ നിന്ന് ലഭിച്ചു? പരിണാമ ശൃംഖലയിൽ നിന്നോ?
പരിണാമ ശൃംഖലയിൽ നിന്ന് ജനിതകമായി ലഭിക്കുന്നതിന്റെ ഗുട്ടൻസ് എന്താണ്? ഡാർവിന്റെ ഏത് സിദ്ധാന്തമാണ് അതിനെ കൃത്യമായി വിശദീകരിക്കുന്നത്? നിങ്ങൾ നോക്കുക, ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞ പക്ഷി ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പോകുന്നു, അവിടെ വെച്ച് അത് മുട്ടയിടുന്നു, കുഞ്ഞുണ്ടാകുന്നു, തിരിച്ചു പറക്കുന്നു അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്ക്. തിരിച്ചു പറക്കുമ്പോ കുഞ്ഞാണ്, അവിടെ നിന്നുണ്ടായ കുഞ്ഞാണ് മുന്നിൽ പറക്കുന്നത്. 18,000 കിലോമീറ്റർ 18,000 കിലോമീറ്റർ ലക്ഷ്യം കൃത്യമായി അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്ക് പറന്ന് തള്ളപ്പക്ഷി പറന്നു പോയ അതേ സ്ഥലത്ത് അതേ മരക്കൊമ്പിലെത്തുന്നു എന്നത് അത്ഭുതകരമാണ്. ആരാണ് ഇതിന് വഴി കാണിച്ചു കൊടുക്കുന്നത്? ആരൽ മത്സ്യങ്ങൾക്ക്, സാൽമൺ മത്സ്യങ്ങൾക്ക് കടലിലൂടെ സർഗാസോ കടലിൽ നിന്ന് പോയി യൂറോപ്പിലെ സമുദ്രജല തടാകങ്ങളിൽ പോയി അവിടെ നിന്ന് മുട്ടയിട്ട് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് തിരിച്ച് സർഗാസോയിലേക്ക് തിരിച്ചു വരുവാൻ, അതേപോലെ തന്നെ ഈ തിരിച്ചു പോകുവാൻ എല്ലാമുള്ള കൃത്യമായി വഴി കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? ബീവറിന് അതിന് കൂടുണ്ടാക്കുവാനുള്ള മാർഗദർശനം നൽകുന്നത് ആര്? അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് മാർഗദർശനം തേടി സർവേശ്വരനായ തമ്പുരാനെ മനസ്സിലാക്കുക. ആ സർവേശ്വരനായ തമ്പുരാനെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുക എന്ന്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. പരിശുദ്ധ ഖുർആൻ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ആശിയയിലെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതിന്റെ സൃഷ്ടി എങ്ങനെയാണ് എന്ന്. അവർ ഉപരിലോകത്തേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. അവർ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അവ എങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് സർവേശ്വരനായ തമ്പുരാൻ അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. ആ മാർഗദർശകൻ, അവന്റെ മാർഗദർശനം മാത്രമേ മനുഷ്യർക്ക് കൃത്യമായി ധർമാധർമ്മങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവ് നൽകുകയുള്ളൂ. ആ അറിവാണ് യഥാർത്ഥത്തിൽ മതം കൊണ്ട് വിവക്ഷിക്കുന്നത്. മതത്തെക്കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന അർത്ഥത്തിൽ പലപ്പോഴും മതത്തെ വിമർശിക്കുവാനും അനുകൂലിക്കുവാനും എല്ലാം ആളുകൾ ഉണ്ടാകാറുണ്ട്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ മതം അതേ അല്ല. മതം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന അർത്ഥത്തിൽ ഇസ്ലാം എടുക്കുന്നേയില്ല. പരിശുദ്ധ ഖുർആൻ മത നിഷേധിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആനിലെ 107-ാമത്തെ അധ്യായം സൂറത്തുൽ മാഊൻ തുടങ്ങുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതനിഷേധിയെ നീ കണ്ടുവോ? ആരാ മതനിഷേധി? നമ്മുടെ വീക്ഷണത്തിൽ ഇപ്പൊ നമ്മൾ കലാനാശമാശെ കുറിച്ച് പറയും മതനിഷേധി, ദൈവമല്ല എന്ന് പറയുന്നയാൾ, മതത്തെ നിഷേധിക്കുന്നവർ മതനിഷേധി എന്ന് പറയും. എന്നാൽ ഖുർആന്റെ വീക്ഷണത്തിൽ മതനിഷേധി അതല്ല. ഖുർആൻ പറയുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിൻ സാഊൻ വല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ഇതാണ് ഖുർആന്റെ വീക്ഷണത്തിലുള്ള മതനിഷേധം. എന്താണത്? അനാഥകളെ സംരക്ഷിക്കാത്തവനാണവൻ. അഗതികൾക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹനം നൽകാത്തവനാണവൻ. അവൻ മതത്തിന്റെ ആചാരങ്ങൾ അവനിലില്ലേ ഉണ്ട്. അവൻ നമസ്കരിക്കുന്നവനാണ്, ആചരിക്കുന്നവനാണ് മതം. പക്ഷേ ആ ആചാരമുണ്ടല്ലോ അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. അവൻ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി കർമ്മം ചെയ്യുന്നവനാണ്. അവന്റെ മനസ്സിലേക്ക് ഈ ആചാരങ്ങളുടെ ആത്മാവ് ഇറങ്ങിച്ചെന്നിട്ടില്ല. ജനത്തെ കാണിക്കുവാൻ വേണ്ടി കർമ്മം ചെയ്യുന്നവൻ മതനിഷേധിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മറിച്ച് മതം ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കലാനാഥൻ മാഷ് ഇവിടെ പറഞ്ഞതുപോലെ പരലോകത്ത് നല്ലത് കിട്ടും എന്ന് വിചാരിച്ച് ഇവിടെ മിണ്ടാതിരിക്കാൻ പറയില്ല. പട്ടിണി കിടക്കുന്ന അയൽക്കാരന്റെ പട്ടിണിയെക്കുറിച്ച് പരിശോധിച്ച് മാത്രമേ നിനക്ക് വയറ് നിറച്ചുണ്ണാൻ കഴിയൂ എന്ന് മതം ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നവൻ പറയും. അല്ലെങ്കിൽ എന്തിനെനിക്ക് അയൽവാസിയുടെ പട്ടിണി നോക്കണം? ഞാനൊരു ഭൗതികവാദിയാണ്, എനിക്ക് എന്റെ ജീവിതം ഞാൻ എന്തിനു നോക്കണം? ഇവിടെ മതം ജീവിതത്തെ സ്വാധീനിക്കുന്നത് അങ്ങനെയാണ് ഓരോ തലത്തിലും. ഞാൻ പറഞ്ഞു ധർമാധർമ്മങ്ങളുടെ വിഷയം. ഇവിടെ പ്രവാചകന്മാർ കടന്നു ചെല്ലുന്നത് അതിനു വേണ്ടിയാണ്. പ്രവാചകന്മാരുടെ നിയോഗം ഇതിനു വേണ്ടിയാണ്. ഇതിന് ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ, സത്യമെന്ത് അസത്യമെന്തെന്ന് പഠിപ്പിക്കാൻ. അത് നമ്മുടെ ഗവേഷണത്തിന്റെ വിഷയമല്ലാത്തതുകൊണ്ട്, കേവല ഗവേഷണത്തിന് ധർമാധർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട്, പ്രകൃതിയെ കൃത്യമായി പ്രകൃതിയിൽ മാർഗദർശനം നൽകിയിട്ടുള്ള സർവേശ്വരനായ തമ്പുരാൻ തന്നെ